ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് SPC-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്കറിയാം, ഇനി സ്കൂളിൽ SPC-യുടെ സെലക്ഷനൊക്കെ നടക്കാൻ പോവാണല്ലേ. അപ്പോൾ SPC സെലക്ഷൻ ടെസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ SPC-യുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് നിർബന്ധമായും കാണുക. കാരണം അടിസ്ഥാന വിവരങ്ങളാണ് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? ഉത്തരം വരുന്നത് www.studentpolicecadet.org. എന്താണ്? www.studentpolicecadet.org. അടുത്ത ചോദ്യം. SPC വിർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര്. SPC വിർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര്. ഉത്തരം വരുന്നത് അകലങ്ങളിലെ പ്രപഞ്ചം. SPC വിർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേരാണ് അകലങ്ങളിലെ പ്രപഞ്ചം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാനും ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം. SPC വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? SPC വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഉത്തരം വരുന്നത് ഗാന്ധിജി. SPC വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഗാന്ധിജിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്. SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയുടെ പേര്. SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയുടെ പേര്. ഉത്തരം ഇതാണ്, ചിരിയോ ചിരി. SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയാണ് ചിരിയോ ചിരി എന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര്. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര്. ഉത്തരം വരുന്ന ഇതാണ്, ഡ്രിൽ ഇൻസ്ട്രക്ടർ. ഡ്രിൽ ഇൻസ്ട്രക്ടർ. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരാണ് ഡ്രിൽ ഇൻസ്ട്രക്ടർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. SPC പ്രൊജക്റ്റിൻ്റെ സ്കൂൾ തല ചെയർമാൻ ആരാണ്? SPC പ്രൊജക്റ്റിൻ്റെ സ്കൂൾ തല ചെയർമാൻ ആരാണ്? ഉത്തരം പ്രധാന അധ്യാപകൻ. SPC പ്രൊജക്റ്റിൻ്റെ സ്കൂൾ തല ചെയർമാൻ ആരാണ്? പ്രധാന അധ്യാപകനാണ്. സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് SPC പ്രൊജക്റ്റിൻ്റെ സ്കൂൾ തല ചെയർമാൻ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി, DGP ആണ്. SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാനാണ് DGP. സംസ്ഥാന പോലീസ് മേധാവിയാണ് SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ. അടുത്ത ചോദ്യം. SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തതാര്?
SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, രാജ്നാഥ് സിംഗ്. SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് രാജ്നാഥ് സിംഗ്. അടുത്ത ചോദ്യം, SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര്? SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? ഉത്തരം വരുന്നത് സംസ്ഥാനതല ഉപദേശക സമിതി. SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതിയാണ് സംസ്ഥാനതല ഉപദേശക സമിതി. അടുത്ത ചോദ്യം, അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്ര? അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയാണ്? ഉത്തരം നോക്കിക്കോളൂ, 30 ഡിഗ്രി. അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ്? വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ്? ഉത്തരം വരുന്നത് ആഭ്യന്തര വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അടുത്ത ചോദ്യം നോക്കാം. ഏത് സംസ്ഥാനത്തു നിന്നുള്ള സംഘം കേരളത്തിലെത്തിയാണ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? നല്ലൊരു ചോദ്യമാണ്. ഏത് സംസ്ഥാനത്തു നിന്നുള്ള സംഘം കേരളത്തിലെത്തിയാണ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? ഉത്തരം രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ നിന്നുള്ള സംഘം കേരളത്തിലെത്തിയാണ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. SPC പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തൊക്കെ? SPC പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തൊക്കെ? ഉത്തരം നാഷണൽ ഇൻറ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താണ് നാഷണൽ ഇൻറ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി? SPC പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തൊക്കെയാണ്? നാഷണൽ ഇൻറ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ളത് അച്ചടക്കത്തിലും സർഗാത്മകതയിലും. അപ്പോൾ ഫ്രണ്ട്സ്, SPCയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആയിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ചോദ്യം നോക്കാം. ചോദ്യം നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എത്ര പേർ ക്ലാസ് നന്നായി ശ്രദ്ധിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചോദ്യം ഇതാണ്: SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തി വരുന്ന കോമഡി പരമ്പരയുടെ പേര്. ചോദ്യം ഇതാണ്: SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തി വരുന്ന കോമഡി പരമ്പരയുടെ പേര്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. കിട്ടിയവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.